യേശുവീലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ രോഗമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തു നിലത്ത് എന്താണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. എന്നാൽ വേദപുസ്തകത്തിലെ ചില പുസ്തകങ്ങളിൽ ദൈവത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ആ പുസ്തകങ്ങളിൽ ഒന്നാണ് കുഞ്ഞാടിന്റെ ജീവപുസ്തകം. സ്നാപക യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ദൈവത്തിന്റെ കുഞ്ഞാടായി കർത്താവായ യേശുക്രിസ്തുവിനെ മാനവരാശിയുടെ രക്ഷക്കായി ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ നമ്മുടെ പാപത്തിന്റെ ഭാരം സ്വയം ഏറ്റെടുക്കുകയും ക്രൂശിൽ യാഗമായി തീരുകയും 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രക്ഷയുടെ വഴിയൊരുക്കും. രക്ഷിക്കപ്പെടുന്നവരുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ചേർക്കപ്പെടുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ പേര് ചേർക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.